ക്ലാസ്സൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ലാലാ പാടിയിരുന്നു കേട്ടോ. പക്ഷേ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് കരുതി വിളിച്ച് നോക്കിയപ്പം ഇന്ന് ലീവൊന്നുമില്ല, ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം മോൾക്ക് ഇന്ന് അവധിയാണ്. അപ്പം ഞാൻ പോകാനായപ്പോഴത്തേക്കും മോൾ എണീറ്റ് വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഞാൻ ബൈയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. അപ്പം ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ബസ്സിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ശാന്തമായ അന്തരീക്ഷം. ഇന്നലെയൊക്കെ പോയപ്പോൾ ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നേരെ എട്ടിലെത്തി നേരെ ക്ലാസ്സിലേക്ക് പോയിട്ട് അപ്പോൾ രാവിലെ ചെല്ലുന്ന പാടെ നമ്മളവിടെ പേരെഴുതി എൻട്രി ടൈം എഴുതി നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതി നമ്മൾ സൈൻ ചെയ്തിട്ട് വേണം കേട്ടോ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പം ക്ലാസ്സിൽ ചെന്നപ്പോഴും പിള്ളേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തൊട്ടിട്ട് ജേർണൽ എൻട്രീസൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഴുവൻ തിയറീസ് ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്ന് തൊട്ടിട്ട് ഞാൻ ജേർണൽ എൻട്രീസൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് 1 മണി ആയപ്പോഴത്തേക്കും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം എനിക്ക് വേറെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. അപ്പം ബസ്സിൽ കയറി. ആ ടൈമിൽ ബസ് ഉണ്ടായിരുന്നു. ബസ്സിൽ കയറിയിട്ട് ഞാൻ നേരെ ഷീറ്റ് മേടിക്കാനാണ് കേട്ടോ പോയത്. കഴിഞ്ഞ ദിവസം ഒരു ഷീറ്റ് അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷീറ്റ് മേടിക്കാനായിട്ട് പോയി. ഇവിടെ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കളറിൽ അവർ ഷീറ്റ് അടിച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ അതും മേടിച്ച് പിന്നെ നെക്സ്റ്റ് ബസ് കയറി വീട്ടിലേക്ക്.